നമ്മൾ ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെയും പാർട്ട്ണർഷിപ്പിനെയും പറ്റി പഠിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് പഠിക്കാനുള്ളത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ഇതിനകത്ത് ആരൊക്കെയുണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എല്ലാം നമുക്ക് സിമ്പിൾ എക്സാമ്പിൾസ് വെച്ചിട്ട് റിയൽ ലൈഫും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എക്സാമ്പിൾസും വെച്ച് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഈസ് എ ബിസിനസ് ദാറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്. ഓക്കെ, ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? LLC എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹാസ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ ഇത്രയും നേരം പഠിച്ച സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഇതിലെല്ലാം നമ്മൾ പറഞ്ഞത് അവർക്ക് എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോഴത്തേനും അത് ലിമിറ്റഡ് ലയബിലിറ്റി ആയി. ഓക്കെ, സോ LLC ഈസ് എ ബിസിനസ് ദാറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് ഹാസ് ലിമിറ്റഡ് ലയബിലിറ്റി. സോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, അതായത് നമ്മുടെ ബിസിനസ്, നമ്മുടെ കമ്പനിയും അതിൻ്റെ ഓണേഴ്സും സെപ്പറേറ്റ് ആണ്. ആൻഡ് ഓൾസോ ഹാസ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മുടെ ലയബിലിറ്റീസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഫണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല, നമ്മൾ ഇതിനകത്തോട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഓണർഷിപ്പിനെ പറ്റിയാണ്. ഇതിൻ്റെ ഓണേഴ്സിനെ പറ്റിയാണ് ആദ്യം നോക്കാനുള്ളത്. നമ്മുടെ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആളെ സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ സോൾ ട്രേഡർ എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. ആൻഡ് പാർട്ട്ണർഷിപ്പ് നടത്തി കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിച്ചിരുന്നു. ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലെ ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഷെയർ ഹോൾഡർ. എന്തുകൊണ്ടാണ് ഇവർ ഷെയർസ് എന്ന് വിളിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ ഓരോ ഷെയർസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ. സോ ഈ LLCയിലെ ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ. സോ അങ്ങനെ നമ്മുടെ ഈ ബിസിനസ് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും ഓൺ ചെയ്യുന്നത്. ഒരു 2 to 100 ഓണേഴ്സ്, അതായത് 2 to 100 ഷെയർ ഹോൾഡേഴ്സ് ആണ് എവിടെ ഉള്ളത്? നമ്മുടെ LLCക്കകത്ത് ഉള്ളത്. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനിയിൽ ഫോർ എക്സാമ്പിൾ $1,00,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ നമ്മൾ ഷെയർസ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഷെയർസ് ആക്കി ഇതിനെ നമ്മളൊരു 1000 ഷെയർസ് ആക്കി എന്ന് വിചാരിക്കുക. 1000 ഷെയർസ്. ഓക്കെ, ഈച്ച് ഷെയർ, അതായത് ഒരു ഷെയറിന് നമ്മളൊരു $100 ആണ് ഇടുന്നതെന്ന് വിചാരിക്കുക. $100, ഒരു ഷെയറിന് $100 വെച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ 1000 ഷെയർസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഈ 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഇത് ചിലപ്പം 2 പേരായിരിക്കാം, അല്ലെങ്കിൽ 3 പേരായിരിക്കാം, 4 പേരായിരിക്കാം, ചിലപ്പം ഒരു 50 ആൾക്കാരായിരിക്കാം. നമ്പേഴ്സ് 2 to 100 നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2 മുതൽ 100 വരെയുള്ളതിൽ എത്രയോ പേരായിരിക്കാം ഈ ഷെയർസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏത് വഴി? നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഷെയർസ് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും പറ്റും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബട്ട് നമ്മൾ ഈ LLC ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലുള്ള ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഇവിടെ പറ്റില്ല. രണ്ടാമത്തേതാണ്
ലിമിറ്റഡ് ലയബിലിറ്റി. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. എന്താണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി എപ്പോഴും സേഫ് ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നമ്മുടെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,00,000 ആണ്, $1,00,000 ആണ്. നമ്മുടെ കമ്പനി ഒരു 5,00,000 ലോസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. 5,00,000 ലോസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എത്ര രൂപ മാത്രമേ നഷ്ടമാവുള്ളൂ? ഈ 1,00,000 റുപ്പീസ് മാത്രമേ നഷ്ടമാവുള്ളൂ. ബാക്കിയുള്ള 4,00,000 നമ്മൾ നമ്മുടെ പേഴ്സണൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് അവരവരുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്നെടുത്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ്. നമ്മുടെ കമ്പനി മാനേജ് ചെയ്തു പോകുന്നത്, അതായത് നമ്മുടെ കമ്പനിയിൽ വേണ്ടത്ര ഡിസിഷൻസും ഡെയിലി ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നമ്മുടെ കമ്പനി മാനേജ് ചെയ്യുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത്, എലക്ഷൻ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സാണ് എലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മുടെ കമ്പനിയിൽ 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനിയിൽ 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അതിൽ നമ്മൾ അതിൽ 2 പേരെ നമ്മൾ ഡയറക്ടേഴ്സായിട്ട് എലക്ഷൻ ത്രൂ നമ്മൾ ഫിക്സ് ചെയ്തു. സോ ഈ ബാക്കിയുള്ള 97 ഷെയർ ഹോൾഡേഴ്സ് ആണിവിടെ എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. സോ ഈ 97 ഷെയർ ഹോൾഡേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 ഡയറക്ടേഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. സോ ഈ ഡയറക്ടേഴ്സ് ആയിരിക്കും ഡെയിലി ഓപ്പറേഷൻസിൻ്റെ അല്ലെങ്കിൽ ഡെയിലി ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഇവരായിരിക്കും. സോ ബാക്കിയുള്ള 97 ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? ജസ്റ്റ് ഷെയർസ് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയിൽ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് എന്തുണ്ട്? വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. സോ ഇതാണ് മാനേജ്മെൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ. ഇനി എന്താണ് ഈ ഷെയർ ഹോൾഡറും ഡയറക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സ് ജസ്റ്റ് കമ്പനിയുടെ ഓണേഴ്സാണ്. അവർ മണി ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അവർക്ക് ഓണർഷിപ്പ് റൈറ്റ്സ് ഉണ്ട്. ബട്ട് അവർക്ക് ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനോ കമ്പനിയിൽ ഡിസിഷൻസ് എടുക്കാനോ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഇല്ല. ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡയറക്ടേഴ്സിനെ വോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മേജർ കമ്പനി ഡിസിഷൻസിൽ എലക്ഷനുള്ള വോട്ടിംഗ് റൈറ്റ്സും കിട്ടും. അതാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന ആൾക്കാർ, ഷെയർ ഹോൾഡേഴ്സ് വോട്ട് ചെയ്ത് എലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. അതൊരു 2 to 15 വരെ ആവാം. 2 to 15 വരെ ആവാം. പിന്നെ ഇൻ സ്പെഷ്യൽ കേസസ് അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ 15 എന്നുള്ളത് കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ. ഇതൊരു സിമ്പിൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഫ്ലാറ്റിൻ്റെ ഓണർ നിങ്ങൾ ഓരോരുത്തരിൽ ആരോ ഒരാളാണ് ഈ ഫ്ലാറ്റിൻ്റെ ഓണറെന്നും വിചാരിക്കുക. ഓക്കെ. ഞാൻ ആ ഫ്ലാറ്റിൽ താമസിക്കുവാണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫ്ലാറ്റിൽ താമസിക്കുവാണ്. ഓക്കെ. ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ? അവിടെ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ഇവരൊക്കെ ഓണേഴ്സാണോ? അല്ല. ബട്ട് അവിടെയുള്ള മെമ്പേഴ്സ് സെലക്ട് ചെയ്ത ആൾക്കാരാണ് ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആവുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സിനെയും വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ബിസിനസ്സിൻ്റെ കേസ് നോക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സും, അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ എക്സാമ്പിൾ വരുമ്പം അവിടെ താമസിക്കുന്ന മെമ്പേഴ്സ്.
അവരുമായിരിക്കും എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ ബിസിനസ്സിൻ്റെ കേസിൽ ഡിസിഷൻസ് എടുക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ കേസിൽ അവിടെ ഡിസിഷൻസ് എടുക്കുന്നത് അവിടുത്തെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അടുത്ത പോയിൻ്റാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഓക്കെ, അതായത് അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടുന്നതാണ് ഇപ്പം നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ്. നമ്മളാണ് ഓണേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കുവാണ്, എടോ ഞാനും കൂടെ ഈ കമ്പനിയിൽ, എന്നെയും കൂടെ ഈ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആക്കുമോ, ഓണർ ആക്കുമോ, ഞാൻ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുവാണ്. അപ്പം ഞാൻ പറയുവാണ്, ഓക്കേടാ സെറ്റ്, നീയും വന്നോ, എൻ്റെ കമ്പനിയിൽ എൻ്റെ ഷെയർസ് ഞാൻ നിനക്ക് തരാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കണം. ഇങ്ങനെ ഒരു ഫ്രണ്ട് വന്ന് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവൻ ഈ ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്താലോ എന്നുള്ളത് ഞാൻ അവിടെയുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനോടും സമ്മതിക്കണം. ഓക്കെ, നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് ഒരാൾക്ക് ഷെയർസ് സെല്ല് ചെയ്യാനോ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പെർമിഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തെങ്കിലും കമ്പനിക്ക് റൂൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഷെയർസ് വിൽക്കാനോ അല്ലെങ്കിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓണറും അതുപോലെ തന്നെ ബിസിനസ്സും രണ്ടും രണ്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ റിലയൻസ് ഇല്ലേ, ഈ റിലയൻസിൻ്റെ ഓണറാണല്ലോ നമ്മുടെ, അല്ലെങ്കിൽ അതിലെ മാനേജിങ് ഡയറക്ടറും അതുപോലെ തന്നെ ചെയർമാനുമായിട്ടുള്ള മുകേഷ് അംബാനി. ഓക്കെ, സോ നമ്മുടെ ഈ പ്രോഡക്ട്സ് ഒക്കെ, ഈ റിലയൻസിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ സെല്ല് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ഈ പ്രോഫിറ്റ് എല്ലാം അല്ലെങ്കിൽ ഒരു സെയിൽസ് നടക്കുമ്പോൾ അതിൻ്റെ റവന്യൂ ഡയറക്റ്റ്ലി പോകുന്നത് മുകേഷ് അംബാനിയുടെ ബുക്സിലേക്കാണോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോട്ടാണോ? അല്ല, അത് റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും പോകുന്നത്, മുകേഷ് അംബാനിയുടെ അല്ല. സോ അതുപോലെയാണ്, അതാണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ ഫീസ് അടയ്ക്കാറില്ലേ, ഈ ഫീസ് അടയ്ക്കുന്നത് നമ്മൾ ആ സ്കൂളിലോട്ടാണ് അടയ്ക്കുന്നത്, അല്ലാതെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടോ ഒന്നും അല്ല നമ്മൾ ഫീസ് കൊടുക്കുന്നത്, നമ്മൾ ആ സ്കൂളിൻ്റെ പേരിലേക്കാണ് ഫീസ് കൊടുക്കുന്നത്. സോ അതാണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓണറും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും രണ്ടും രണ്ടാണ്. അടുത്ത പോയിൻ്റാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീസ് ആക്ടിന് കീഴിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. സിംപിളി പറയുവാണെന്നുണ്ടെങ്കിൽ കമ്പനി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ലോ. നമ്മൾ ലോയിൻ്റെ കീഴിൽ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അതിനൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോൺ ആവുന്ന സമയത്ത്, കമ്പനി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. So incorporation means the company is registered under law. അടുത്തതാണ് പെർപെച്വൽ സസഷൻ. പെർപെച്വൽ സസഷൻ ഇത് വേറൊന്നുമില്ല, ഇപ്പം ഞാൻ പറഞ്ഞു ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞ് ഈ കമ്പനി അവിടെ സ്റ്റോപ്പ് ആവുമോ? ഇല്ല,
നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യും? കമ്പനിയുടെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. സോ അതാണ് പെർപെച്വൽ സസഷൻ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ദ കമ്പനി കണ്ടിന്യൂസ് ഈവൻ ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ചേഞ്ച്, ഡൈ ഓർ റിസൈൻ. ഓക്കെ, അടുത്തതിനകത്ത് വരുന്നതാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റ്സ്, അതായത് നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു $2 lakh പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആളെയാണ് ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞു. സോ അതുപോലെ തന്നെ എത്രയാണോ ഷെയർസ് ഒരാൾ ഓൺ ചെയ്യുന്നത് ആ പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കും ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോഫിറ്റിനെ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിവിഡൻഡ്. സോ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ അതാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്സ് ബേസ്ഡ് ഓൺ ഷെയർ ഹോൾഡിംഗ്. അടുത്തതാണ് ഹയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അതായത് ഒരു കമ്പനി ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ മണി ആവശ്യമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എക്സാമ്പിളാണല്ലോ നമ്മൾ ഓൺ കേക്ക് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നത്. സോ അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെയല്ല നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണം. സോ അതുപോലെയാണ് ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അവിടെ മോർ ഇൻവെസ്റ്റ്മെൻറ്റ്സും കുറേ ഡോക്യുമെൻറ്റേഷനും റൂൾസും കാര്യങ്ങളും ഉണ്ട് കമ്പയർഡ് ടു സ്റ്റാർട്ടിങ് എ സ്മോൾ ഹോം ബേക്കറി ഓർ ബേക്കിംഗ് സംതിങ്. സോ അതാണ് ഈ ഹയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി റെഗുലേറ്റഡ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി റൺ ചെയ്ത് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കുറേ ടാക്സ് ലോസും കാര്യങ്ങളും ഉണ്ട്. കുറേ നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റെഗുലേറ്റഡ് ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഇയർ എൻഡ് ആവുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്തിരിക്കണം, ഓഡിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സോ അതാണ് ഹൈലി റെഗുലേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. നമ്മൾ പറഞ്ഞു നമ്മളും നമ്മുടെ ബിസിനസ്സും രണ്ടാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന്. സോ നമ്മുടെ ടാക്സ് വരുന്നത് നമ്മുടെ കമ്പനിയുടെ പുറത്തായിരിക്കും ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ആ ഓരോരുത്തരുടെയും ഇൻകത്തിൻ്റെ പുറത്തായിരിക്കും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതല്ല, നമ്മുടെ കമ്പനിയുടെ പുറത്താണ് ടാക്സേഷനും കാര്യങ്ങളും വരുന്നത്. സോ അതെന്തുകൊണ്ടാണ്? ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അത് ഈ പേരിൽ തന്നെ ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത്. സോ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ പേഴ്സണൽ ഫണ്ടൊന്നും പോയില്ല. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ, ഓണേഴ്സ് പേഴ്സണൽ അസറ്റ്സ് ആർ സേഫ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദ കമ്പനി ക്യാൻ ഓൺ അസറ്റ്സ്, ബോറോ മണി ആൻഡ് എൻ്റർ കോൺട്രാക്ട് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈസി ടു റേസ് ക്യാപിറ്റൽ ബിക്കോസ് നമ്മുടെ കയ്യിൽ ഷെയർ ഹോൾഡേഴ്സ് 200 വരെ ഇല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യാനും പറ്റും.
ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതാണ് അനദർ തിങ്. നമ്മൾ കമ്പനിയിൽ ഏതേലും ഒരു ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കമ്പനി അവിടെ സ്റ്റോപ്പ് ആവില്ല, അതവിടെ കണ്ടിന്യൂ ചെയ്തു പോവും. സോ കണ്ടിന്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ LLC കമ്പനി ആവുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അണ്ടർ കമ്പനീസ് ആക്ട്. സോ ഇവിടെ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്. ഫോർമേഷൻ റിക്വേഴ്സ് മോർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ, പേപ്പർ വർക്കും കാര്യങ്ങളും കൂടുതലാണ്. അതുപോലെ തന്നെ ഹയർ കംപ്ലയൻസ്, അതായത് കമ്പനീസ് മസ്റ്റ് ഫോളോ മെനി റൂൾസ് ആൻഡ് ഓഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കുറേ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ മോർ കോസ്റ്റ്ലി. നോർമലി ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ട്ണർഷിപ്പോ തുടങ്ങുന്നത് പോലെ അല്ല, നമ്മുടെ കമ്പനി സെറ്റപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അതിന് മെയിൻ്റനൻസ് കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കമ്പയർഡ് ടു പാർട്ട്ണർഷിപ്പ് ആൻഡ് പ്രൊപ്പറേറ്റർഷിപ്പ്. സോ ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി എന്ന് പറയാം. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ക്ലോഷേഴ്സ് വരും, അതായത് കമ്പനി മസ്റ്റ് പബ്ലിഷ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, നമുക്ക് പ്രൈവസി ഇല്ല. സോ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് കമ്പനിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി ആണ്, ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട്. ബട്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോംഡ് ബൈ 2 or more ഇൻഡിവിജ്വൽ ഹൂ ഷെയർ പ്രോഫിറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. കമ്പനി ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്, നമ്മൾ അവരെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുന്നു. പാർട്ട്ണർഷിപ്പിലെ ഓണേഴ്സിനെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ കമ്പനിയിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതുപോലെ തന്നെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തു പോകുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ബട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തു പോകുന്നത് അതിലുള്ള പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും. ഇനി പ്രോഫിറ്റ്സ് കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡിങ്ങിൻ്റെ, നമ്മുടെ കയ്യിൽ എന്തോരം ഷെയർ ഉണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണോ അങ്ങനെ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇൻ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഷെയറിങ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോൻ്റെ ബേസിസിലായിരിക്കും പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനി തുടങ്ങാൻ ഹയർ ക്യാപിറ്റൽ റിക്വയർ ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ അത്രയ്ക്കുള്ള ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒന്നുമില്ല, റിലേറ്റീവ്ലി ലോ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. കമ്പനിയിൽ ഇൻ കേസ് ഒരു ഷെയർ ഹോൾഡറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്, ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് കമ്പനി നടത്തിക്കൊണ്ടു പോവും. ബട്ട് പാർട്ട്ണർഷിപ്പ് കേസിൽ വരുമ്പോഴത്തേനും കണ്ടിന്യൂറ്റി ഇല്ല. അതുപോലെ തന്നെ കമ്പനി ഹൈലി റെഗുലേറ്റഡ് ആണ്, കമ്പനീസ് ആക്ട്, സെബി, ടാക്സ് ലോസ് ഇതെല്ലാം ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അവിടെ റെഗുലേഷൻസ് ഒക്കെ കുറവാണ്, അവിടെ മെയിൻലി ഗവേൺ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് ആയിരിക്കും. ആൻഡ് കമ്പനിയുടെ ലാസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് കമ്പനിയുടെ മേലായിരിക്കും നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ പുറത്തായിരിക്കും ടാക്സ് വരുന്നത്. ബട്ട് പാർട്ട്ണർഷിപ്പിലായിരിക്കുമ്പം പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ്സിൻ്റെ മേലെ എന്ത് വരും, ഇൻഡിവിജ്വലി ടാക്സ് ചാർജ് ചെയ്യപ്പെടും. സോ ഇതാണ് കമ്പനിയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ളൊരു ഡിഫറൻസ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.